എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഗീത എങ്ങനെയെങ്കിലും സുജാതെ സോപ്പിട്ട് അവിടെയുള്ള സ്വത്തും സ്വർണവും ബാങ്ക് ബാലൻസും എല്ലാം അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് നോക്കുന്നത്. എന്നിട്ട് പറയുവാണ്, ദാസേട്ടൻ ഇവിടെ വന്ന് നിൽക്കാമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ ദാസേട്ടന് ഒരു ഉറപ്പ് കിട്ടണം, ഇനി ഇവിടെ ഉള്ളതെല്ലാം എനിക്കാണ് എന്ന്. ആ ഒരു കാര്യം ഞാൻ പറഞ്ഞു, പക്ഷെ അങ്ങനെ വാക്കാ പറഞ്ഞാൽ പോരാ, രേഖാമൂലം വേണമെന്നാണ് ദാസേട്ടൻ പറയുന്നത്. അല്ലെങ്കിൽ ഇടയ്ക്ക് വിനീത് കയറി വന്നാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് അത് രേഖാമൂലം ആക്കി തന്നെന്ന് ദാസേട്ടൻ പറഞ്ഞു. പിന്നെ പറയുന്നത് കാര്യമുള്ളത് കൊണ്ട് ഞാൻ സമ്മതിച്ചു, അത് രേഖാമൂലം തന്നെ ആക്കി തന്നേക്കാം എന്ന് പറഞ്ഞു. അമ്മയെ നോക്കി, ഇനി ഞങ്ങളല്ലേ ഇവിടെ നിൽക്കാനുള്ളത്, അതുകൊണ്ട് അതിലൊരു തീരുമാനം ആവണം അമ്മേ എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് സുജാത ഒന്നും ഇടാതെ കേട്ട് നിൽക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മയുടെ സ്വർണവും ബാങ്ക് ബാലൻസും ഒക്കെ ഇനി എനിക്കുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം സുജാത ഒന്നും മിണ്ടുന്നില്ല. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ, അമ്മയെ ഞാൻ പറഞ്ഞതിന് ഒരു തീരുമാനം അമ്മ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, എടാ ഇടി എനിക്കൊന്ന് കിടക്കണം, തീരെ വയ്യാത്തതുപോലെ തോന്നുക, തലവേദന എടുക്കുക എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു. പോയി കഴിയുമ്പോഴത്തേക്കും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഗീതയ്ക്ക്. ഗീത, ഓ തള്ള പിന്നെയും കിടന്ന് ഉരുളുന്നുണ്ട്, നോക്കിയോ ഈ പ്രാവശ്യം ഞാൻ ഇതിനൊരു തീരുമാനമാക്കും എന്നാണ് ഗീത മനസ്സിൽ പറയുന്നത്. പിന്നെ കാണിക്കുന്നത് ഗംഗയാണ്. ഗംഗ എന്നത്തെയും പോലെ തന്നെ വൈകിട്ട് യമുനയോടും നീലയോടും ഒക്കെ വർത്തമാനം പറഞ്ഞ് അവരുടെ റൂമിൽ വന്നിരിക്കുക. അന്നേരം ശാരദ അങ്ങോട്ട് വരും. എന്നിട്ട് ചോദിക്കും, നീ ഇവിടെ വന്നിരിക്കുവാണോ? ഇന്നലെ നിൻ്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം നിനക്കറിയാവോ? നിൻ്റെ അനിയത്തിമാരോട് തമാശ പറഞ്ഞ് ഇവിടെ വന്നിരിക്കാതെ നീ വിനീതിൻ്റെ റൂമിലേക്ക് ചെല്ലുക പറയും. അന്നേരം അതിനെന്താമ്മ ഞാൻ ഇവരോട് വർത്തമാനം പറഞ്ഞിരുന്നെന്നോർത്ത്, അന്ന് ഞാൻ ഇങ്ങനെ തന്നെയല്ലേ ചെയ്യാറുള്ളത് എന്ന് ചോദിക്കുമ്പം, ഇനി തൊട്ട് അങ്ങനെയല്ല വേണ്ടത് എന്ന് ശാരദ പറയും. എന്നിട്ട് ചോദിക്കും, വിനീത് വന്നോ എന്ന്. അന്നേരം വന്നില്ല എന്ന് പറയും. എവിടെ പോയതാ, എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഇതൊന്നും അറിയത്തില്ല ഗംഗയ്ക്ക്. അന്നേരം നിനക്കിതൊന്നും അറിയത്തില്ല, നീ ഇതൊന്നും ചോദിച്ചില്ലേ എന്ന് ചോദിക്കുമ്പം, ചോദിച്ചില്ല എന്ന് പറയും. അന്നേരം ശാരദ പിന്നെയും ചോദിക്കും, ഞാൻ ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വൈകിട്ട് അവൻ എന്താ കഴിക്കുന്നതെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുമ്പം, അതറിയത്തില്ല. എല്ലാ ദിവസവും അവൻ അവൻ്റെ വീട്ടിലേക്ക് എപ്പോഴാണ് ചെല്ലാറുള്ളതെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ, അതും അറിയത്തില്ല. എന്നിട്ട് ശാരദ പറയുന്നുണ്ട്, ഇനി വിനീതിൻ്റെ എല്ലാ കാര്യങ്ങളും നീയാണ് നോക്കേണ്ടത്. അവൻ എപ്പോൾ പോകും, എപ്പോൾ വരും, എന്ത് ഭക്ഷണം കഴിക്കും, അവൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്, ഇതെല്ലാം നീ അറിഞ്ഞു വെക്കണം. അങ്ങനെയാണ് വേണ്ടതെന്ന് പറയുമ്പം, ഞാൻ ചെയ്തോളാം എന്ന് പറയും. അന്നേരം ശാരദ, ഞാൻ ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ദോശ ഉണ്ടാക്കി കൊടുത്തേക്കുമോ, എനിക്ക് നടുവേദന എടുക്കുമെന്ന് പോയി കിടക്കണം എന്ന് പറയുമ്പോൾ, അമ്മ പോയിക്കോ, ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം എന്ന് പറയും. അന്നേരം ശാരദയ്ക്ക് ദേഷ്യം വരുവാണ് ഈ ഗംഗയുടെ സംസാരം കേൾക്കുമ്പം. ശാരദ പറയുന്നതെല്ലാം ചെയ്തു കൊടുക്കാമെന്നുള്ള രീതിയിലാണ്, അങ്ങനൊരു രീതിയിലാണ് ഗംഗയുടെ സംസാരം. അത് ശാരദയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒരു പരിഭവം പോലെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അത് കഴിയുമ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ അനങ്ങാതിരിക്കുവാണ് ഗംഗ. ഗംഗയുടെ മനസ്സിൽ വിനീതിനോട് ഇഷ്ടമാണോ ദേഷ്യമാണോ എന്ന് പുറമെ കൂടെ നിൽക്കുന്നവർക്ക് പോലും മനസ്സിലാകുന്നില്ല. പിന്നീട് വിനീതിനെ കാണിക്കുന്നു. വിനീതിൻ്റെ കൂടെ ബേബി ചേട്ടനും സലീമിക്കയും നിവിനും ഉണ്ട്. അവർ വൈകിട്ടൊരു ചെറിയ പാർട്ടി അറേഞ്ച് ചെയ്തായിരുന്നല്ലോ, അത് നടത്തുവാണ്. തയ്യൽക്കടയിൽ വെച്ചാണ് മദ്യപാനവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിനിടയ്ക്ക് വിനീത് കഴിക്കില്ലാഞ്ഞിട്ട് പോലും മദ്യം ഒഴിച്ചു വെച്ചിരുന്ന ഗ്ലാസ് മാറിപ്പോയി അതെടുത്ത് കുടിക്കുന്നുണ്ട്. അങ്ങനെ ആശാൻ നല്ല പൂസായി പാട്ടൊക്കെ പാടി ഇങ്ങനെ ആടി നിൽക്കുമ്പോഴാണ് അതിലൂടെ പോകുന്ന ദാസേട്ടൻ ഇത് കാണുന്നതും വണ്ടി നിർത്തി ഇത് കാണുന്നത്. അത് കഴിഞ്ഞ് അവർ വണ്ടി കയറി അങ്ങ് പോകും. ഇതെല്ലാം കഴിയുമ്പോഴേക്കും കുഴഞ്ഞ് താഴെ വീഴും വിനീത്. അന്നേരം ബേബി ചേട്ടൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അവൻ ഒരു തുള്ളി കഴിച്ചില്ലല്ലോ, പിന്നെ എന്താ ഇങ്ങനെ ബോധം കെട്ട് വീണുന്നത്, ഇവനെന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതേ ഒരു ചെറിയ അബദ്ധം പറ്റി, മദ്യം ഒഴിച്ചു വെച്ചിരുന്ന ഗ്ലാസ് അവൻ മാറിയെടുത്ത് കുടിച്ചു എന്ന് പറയും. ഇനി എന്താ ചെയ്യുന്നത് എന്ന് ആലോചിക്കുമ്പം എല്ലാവരും കൂടി അവനെ പിടിച്ച് താഴെ കൊണ്ടുവരുവാണ് വിനീതിനെ. എന്നിട്ട് ഒരുവിധം ബൈക്കിൽ കയറ്റും. ബൈക്ക് ഓടിക്കുന്നത് നിവിനാണ്. എന്നിട്ട് വെട്ടി 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 അവിടെ നിന്ന് പോരുന്നുണ്ട് രണ്ടുപേരോടെ, രണ്ടും പൂസാണല്ലോ അതുകൊണ്ട്. ഈ സമയം ദാസേട്ടൻ വീട്ടിലോട്ട് എത്തുന്നു. മോളെ കണ്ട സന്തോഷത്തിന് എൻ്റെ ചക്കര മുത്തേ പൊന്നെ എന്നൊക്കെ പറഞ്ഞ് ഗീത എടുത്തുകൊണ്ട് വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം ദാസേട്ടൻ പറയുവാണ്, ഇതിനെ വീട്ടിൽ മേയ്ക്കാൻ എന്നെ പാടാന്നറിയാവോ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഇവിടെ ആകുമ്പം സുജാതാമ്മ നോക്കിക്കോളൂല്ലോ എന്ന് പറയുന്നു. അന്നേരം ഇതൊന്നും ശരിയാകിയല്ല എന്നിങ്ങനെ ഗീത പറയുമ്പം, എന്ത് ശരിയാകിയെന്ന് നീ പറയുന്നത്, ഇതിനെ വല്ല വെക്കേഷൻ ക്ലാസ്സിനും വിടാമെന്ന് പറയുമ്പം, കൊച്ചിൻ്റെ കാര്യമല്ല പറഞ്ഞത് എന്ന് പറയും. പിന്നെ എന്ത് കാര്യമാണ് നീ പറഞ്ഞത്, ഞാൻ ഒരു കാര്യം നിന്നോട് സൂചിപ്പിച്ചായിരുന്നു, അത് വല്ലതും നടക്കുമോ എന്ന് ചോദിക്കും. അതിൻ്റെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഗീത പറയാൻ തുടങ്ങുമ്പം അങ്ങോട്ടേക്ക് സുജാത വരും. അന്നേരം സുജാതയോട്, അമ്മ എന്താ നേരത്തെ കിടന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്കൊരു ചെറിയ നടുവേദന വയ്യായികയാണ് എന്നൊക്കെ പറയുമ്പം, അമ്മ ഇന്നാ പോയി കിടന്നു, എൻ്റെ കാര്യമൊന്നും നോക്കണ്ട, എനിക്ക് ഭക്ഷണം എടുത്തു തരാൻ ഇവളുണ്ടല്ലോ എന്നൊക്കെ പറയുക. എന്നിട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും, അതേ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ചൂടോടെ പറഞ്ഞില്ലെങ്കിൽ അത് ആറിപ്പോവും, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത്
വിനീതിനെ കണ്ടായിരുന്നു. വെള്ളമടിച്ച് കാല് തറയിൽ നിൽക്കാത്ത അവസ്ഥയിലാണ് അവനെ കണ്ടത് എന്നൊക്കെ പറയുന്നതും ഗീത അങ്ങനെയൊന്നുമില്ല, ദാസേട്ടൻ ആൾ മാറിപ്പോയതായിരിക്കും എന്ന് പറയും. അന്നേരം ഒരു മാറിയിട്ടുമില്ല, അവൻ്റെ കടയിൽ തന്നെയാണ് എല്ലാണും കൂടെ അടിച്ച് വീല് തെറ്റി നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുവാണ്. ഇത് കേൾക്കുമ്പോഴേക്കും തല കറങ്ങുന്ന പോലെയും കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെയും ഒക്കെ തോന്നും സുജാതയ്ക്ക്. എനിക്ക് വയ്യ, ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുക. അന്നേരം വേച്ചു പോകുമ്പോൾ കയറി പിടിക്കും ഗീത. എന്നിട്ട് എന്താ അമ്മയ്ക്ക് പറ്റിയത്, ഞാൻ കൊണ്ട് കിടത്തണമെന്ന് ചോദിക്കുമ്പോൾ ഓ വേണ്ട, ഞാൻ പൊയ്ക്കോളാം എന്ന് പറയും. അങ്ങനെ ഒരുവിധം സുജാത അകത്തേക്ക് പോകുമ്പോഴേക്കും പുറകെ പോകാൻ തുടങ്ങുവാണ് ഗീത. അതൊക്കെ നീ അവിടെ നിന്നേ, അവർ വേണേ പോയിക്കോളൂ, നീ അവരുടെ പുറകെ പോകുമൊന്നും വേണ്ട, അവരായി അവരുടെ പാടായി, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ ദാസ് പറയുന്നത് കേൾക്കുന്നുണ്ട് കേട്ടോ സുജാതയ്ക്ക് ആകെ വിഷമമായി. സുജാത അകത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നിവിനെയും വിനീതിനെയും തന്നെയാണ്. ഇവർ ബൈക്ക് ഓടിച്ച് വഴിയിലെത്തുന്നെയും ബൈക്ക് നിർത്തും, എന്നിട്ട് ഇറങ്ങും. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പൂസായിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തലയ്ക്ക് വെളിവില്ല രണ്ടെണ്ണത്തിനുമേ. അതിനിടയ്ക്ക് നിവിൻ്റെ ഇഷ്ടം വിനീതിനോട് പറയുന്നുണ്ട്, കാവേരി ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ. അതൊക്കെ ആ പൂസിൻ്റെ പുറത്ത് പോകും, പിന്നീട് ഓർമ്മയൊന്നും കാണുമെന്ന് തോന്നുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെയും വണ്ടി കയറി ഒരു വീതം ഓടിച്ചു വരുവാണ്. ഈ സമയം വിനീതിനെ കാണാതെ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട് കാവേരിയും ഗംഗയും കൂടെ. ഗംഗ പറയും, ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ, കല്യാണം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഭർത്താവിനെ അന്വേഷിച്ചിറങ്ങുന്ന എൻ്റെ ഒരു ഗതികേട് എന്നൊക്കെ പറയുമ്പം കാവേരി പറയുന്നുണ്ട്, ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചു, പിന്നീടുള്ള ഓർമ്മകളായിരിക്കും എന്ന്. എന്നിട്ട് പറയുന്നുണ്ട്, ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിൻ്റെ കാര്യം മൊത്തം നമ്മളെ നോക്കണ്ടേ, അത് ശരിയായില്ലെങ്കിൽ പെറ്റ തള്ള വരെ വന്നതെന്ന് പറയും, നിൻ്റെ സ്വഭാവം കാരണമാണ് അവൻ അങ്ങനെ പോയതെന്ന്, അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഇവരിങ്ങനെ സംസാരിച്ച് വരുന്നേക്കും ക്രോസ് ആയിട്ട് നിവിൻ ഓടിക്കുന്ന ബൈക്കും കയറി വരുന്നു. ഇടിക്കാൻ തുടങ്ങും, വെട്ടിച്ച് മാറ്റും ഗംഗ. എന്നിട്ട് വണ്ടി നിർത്തിയിട്ട് ഇവന്മാരെന്നാ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അവർ. അതുപോലെ തന്നെ നമ്മൾ ഇടിക്കാൻ തുടങ്ങിയത് 2 ലേഡീസിൻ്റെ വണ്ടിയെയാണ്, അതുകൊണ്ട് അവരോട് ഞാനൊന്ന് സോറി പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് വിനീത്. ഈ ഇരുട്ടായതുകൊണ്ട് മുഖം പരസ്പരം അവർ കാണുന്നില്ല. എന്നിട്ട് കാവേരിയുടെ അടുത്തേക്ക് വന്നിട്ട് കാവേരിയോട് സോറി എന്ന് പറയും. അന്നേരം താനൊക്കെ എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നതെന്ന് ദേഷ്യപ്പെട്ട് തിരിച്ചു ചോദിക്കുകയാണ് കാവേരി. ആ സമയം വിനീത് വായി തോന്നി ചീത്ത മൊത്തം വിളിച്ച് പറയുന്നുണ്ട്. കൈയും കെട്ടി നിന്ന് കാവേരി ഇത് മൊത്തം കേൾക്കുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ വിനീതിനെ ഒരു വീതം പിടിച്ച് അവർ ബെഡ്റൂമിൽ കൊണ്ട് കിടത്തും കേട്ടോ. കാവേരിയും അതുപോലെ ഗംഗയും എല്ലാവരും ഉണ്ട്. അന്നേരം ഇങ്ങനെ വെള്ളമടിച്ച് ബോധം കെട്ട ഒരാളെ കട്ടിലെ കൊണ്ട് കിടത്തിയതിൻ്റെ വിഷമത്തിൽ നിൽക്കുവാണ് ശാരദ. അന്നേരം ഗംഗ പറയുന്നുണ്ട്, അമ്മ അച്ഛനെ മദ്യപിച്ച് കണ്ടിട്ടില്ലല്ലോ, ഇതുപോലൊരവസ്ഥയിൽ കൊണ്ട് കിടത്തേണ്ട ഗതികേടും അമ്മയ്ക്കുണ്ടായിട്ടില്ല, അതുകൊണ്ട് അമ്മയ്ക്ക് ഇത് സഹിക്കാൻ പറ്റില്ല, അമ്മ അങ്ങ് പൊയ്ക്കുക എന്ന് പറയും. അതിൻ്റെ അകത്ത് എവിടെയോ ഒരു കുത്തൽ ഫീൽ ചെയ്യുന്നുണ്ട് ശാരദയ്ക്ക്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തയ്യൽക്കടയിൽ വന്നിട്ട് ആകെ വിഷമിച്ചിരിക്കുന്ന വിനീതിനെയാണ് കാണിക്കുന്നത്. അന്നേരം സലീമക്ക പറയുവാണ്, നീ കുറച്ച് അലുവയും മുല്ലപ്പൂവും മേടിച്ചുകൊണ്ട് കൊടുക്കുക ഗംഗയ്ക്ക്, അതിൽ വീഴാത്ത പെണ്ണുങ്ങളില്ലാന്ന്. അത് കേൾക്കേണ്ട താമസം ആശാൻ ഇതെല്ലാം മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. ബാക്കിയുള്ളവർ കാണണ്ട എന്നോർത്ത് അത് മാറ്റി വയ്ക്കും. പക്ഷേ അത് കാവേരി കാണും. കാവേരി വയ്ക്കും, ആ കൊണ്ടുവന്ന പൊതിയിൽ എന്താണ് എന്ന് ചോദിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആശാൻ ബെഡ്റൂമിൽ പോയെന്ന് സ്വപ്നം കാണുവാണ്, ഇങ്ങനെ ഗംഗ വരുന്നതും അവർ രണ്ടുപേരുടെ അലുവ പങ്കിട്ട് കഴിക്കുന്നതൊക്കെ. ഇതൊന്നും നടക്കില്ല എന്ന് നമുക്കറിയാലോ. അതുപോലെ രാവിലെ കണ്ണടച്ച് എനിക്കൊരു ഉമ്മതാ എന്നൊക്കെ പറഞ്ഞ് സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുന്ന വിനീതിൻ്റെ കവിളിൽ രാധമ്മ പോയി ഉമ്മ കൊടുത്തിട്ട്, എൻ്റെ മോൻ ഈ ഒരു ഉമ്മ മതിയോ, ഇനിയും വേണോ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ കുറേ രസകരമായ സന്ദർഭങ്ങളാണ്. പിന്നീട് നമ്മുടെ ജയപാലിനെ കാണിക്കുന്നുണ്ട്. ജയപാലൻ മേടിച്ച ആ തോട്ടമുണ്ടല്ലോ, അത് നിവിനെ കൊണ്ട് കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഞാൻ മേടിച്ച പുതിയ തോട്ടമാണ് ഇത്, എൻ്റെ മകൾ രാഗിനെ വിവാഹം കഴിക്കുന്ന ആൾക്കുള്ളതാണ്, അതായത് നിനക്ക് എന്ന് പറഞ്ഞ് നിവിനെ കാണിച്ചു കൊടുക്കുന്നതും കാണിക്കുന്നുണ്ട്. മിക്കവാറും ഈ കാര്യം അറിയുമ്പം നമ്മുടെ കാവേരിക്ക് സംശയം തോന്നും. ഇനി അതിൻ്റെ പുറകെ ഒരു അന്വേഷണമായിട്ട് കാവേരി ഇറങ്ങുമായിരിക്കും. ഏതായാലും ഇനി അങ്ങോട്ടുള്ളതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡുകളാണ്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ കൂടണേ.